إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അൽ ഹജ്ജു മഖാസിദുൻ വമവാഇദ്. ഹജ്ജ് എന്ന് പറയുന്നത് ശറഇൽ പ്രത്യേകമായ ഉദ്ദേശലക്ഷ്യങ്ങളുള്ള, ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായ ഒരു ഇബാദത്താകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു കൽപ്പിച്ച സന്ദർഭം, وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق وأذن في الناس بالحج. ആളുകളോട് അല്ലയോ ഇബ്രാഹിം, ഹജ്ജിനു വേണ്ടി വരാൻ നീ ആഹ്വാനം ചെയ്യുകയും അവരെ വിളിക്കുകയും ചെയ്യുക. കാൽനടയായും ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും വാഹനത്തിലേറിയും ഒട്ടകപ്പുറത്തുമൊക്കെ ആ മനുഷ്യർ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി അവിടേക്ക് വന്നെത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിശ്വാസികളായ ആളുകൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി കഅബാലയത്തിലേക്ക് അവർ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം മഹത്വമുള്ള അല്ലാഹുവിന്റെ പക്കൽ സ്വർഗം പ്രതിഫലമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതായ കർമ്മമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. قال النبي صلى الله عليه وسلم الحج المبرور ليس له جزاء إلا الجنة. മബ്റൂറായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ, മൻ ഹജ്ജ ഫലം യഫ്സുഖ് വലം യർഫുസ് മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക
ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അല്ലാഹുവേ, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ആരാധനക്കർഹൻ നീ മാത്രമാണ് എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് തൽബിയത്ത് വിളിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുമ്പോ അവനെ സംബന്ധിച്ചിടത്തോളം തന്റെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പെറ്റുവീണ പോലെ പാപങ്ങളിൽ നിന്ന് ശുദ്ധനായി മടങ്ങാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്ന് തൗഹീദിന്റെ സന്ദേശമാണ്. അല്ലാഹുവേ, ആരാധനക്കർഹനായി നീയല്ലാതെ ആരും തന്നെയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഹജ്ജിലൂടെ നടക്കുന്നത് എന്നർത്ഥം. മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കീ മക്ക അവർക്ക് പ്രത്യേകമായൊരു തൽബിയത്തുണ്ടായിരുന്നു. അവരുടെ തൽബിയത്തിന്റെ വ്യത്യാസം എന്താണ്? സാധാരണ നമ്മൾ പറയുന്ന പോലെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഒക്കെ പറഞ്ഞതിന് ശേഷം മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നതായ തൽബിയത്താണ് ഇല്ലാ ശരീകൻ തംലികുഹു വമാ മലക. അല്ലാഹുവേ, നീ ഏകനാണ്, നിനക്ക് പങ്കുകാരില്ല എന്നൊക്കെ അവർ പ്രഖ്യാപിച്ച ശേഷം അവർ പറയുന്നു, അല്ലാഹുവേ, ഒരു പങ്കുകാരനല്ലാതെ അവനെ നീ ഉടമപ്പെടുത്തുന്നതാണ്, സ്വന്തമായി കഴിവുള്ളവനല്ല, സ്വന്തമായി ഒന്നും തന്നെ കഴിവുള്ളവനല്ല. പക്ഷേ അല്ലാഹുവേ, നീ ഉടമപ്പെടുത്തുന്നവനായ നീ കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഒരു ശരീക്കുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നു. അവിടെയാണ് യമാമയിലെ രാജാവായ സുമാമ, അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സരിയയുടെ കയ്യിൽപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അന്നത്തെ കരുതലിന്റെ ഭാഗമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും അങ്ങനെ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടിരുന്ന അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ സുരക്ഷയുടെ ഭാഗമായി 4 ദിവസം കഴിയേണ്ട സാഹചര്യം വന്നപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉംറയ്ക്ക് വേണ്ടി പോകാൻ അദ്ദേഹം അനുവാദം ചോദിച്ചു. ആ ഉംറയ്ക്ക് വേണ്ടി പോയ വേളയിൽ മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്തല്ലാത്ത യഥാർത്ഥ തൽബിയത്ത് അദ്ദേഹം അവിടെ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അവിടെ ഹജ്ജ് പരിശുദ്ധ ഉംറ കർമ്മത്തിന് വേണ്ടി അദ്ദേഹം പോകുകയാണ്. അപ്പോൾ അദ്ദേഹം ഇല്ലാ ശരീകൻ തംലികുഹു വമാ മലക എന്ന് പറയുന്ന ഭാഗം പറഞ്ഞില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഒരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സ്തുതിയും മടങ്ങുന്നത് നിന്നിലേക്ക് മാത്രമാണ്. ലക വൽ മുൽക്, എല്ലാത്തിന്റെയും പരമാധികാരം നിനക്കാണ്. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അദ്ദേഹം ഉംറ കർമ്മത്തിന് വേണ്ടി പ്രവേശിച്ച വേളയിൽ മക്കാ മുശ്രിക്കുകൾ അദ്ദേഹത്തെ വളയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ അപായപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ മക്കക്കാർക്ക് മനസ്സിലായി തങ്ങൾക്ക് ഭക്ഷണം വരുന്ന യമാമയിലെ ഭക്ഷ്യവസ്തുക്കൾ മക്കയിലേക്ക് വരുന്ന യമാമ എന്ന് പറയുന്ന നാട്ടിലെ രാജാവാണ്, പ്രശ്നമാകും. അദ്ദേഹത്തെ അവർ തടയാൻ ശ്രമിച്ചു, പിന്നീട് വിട്ടു. അവിടെ നിന്ന് അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം അവിടുന്ന് ഒരു ശപഥം ചെയ്തു പോകുകയാണ്. യമാമയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഭക്ഷ്യസാധനങ്ങൾ ഇനി ഞാൻ അയക്കുകയില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം തന്നാലല്ലാതെ. കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്ക് അതിലൂടെ ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കി സുമാമയോട് പറഞ്ഞു, നീ അയച്ചു കൊടുക്കുന്ന ഭക്ഷണം അയച്ചു കൊടുത്തോ, അത് മുടക്കണ്ട എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ തൽബിയത്തിൽ പോലും തൗഹീദിന്റെ വരികളാണ് ഓരോ ഹാജിമാരും ഉച്ചരിക്കുന്നതെന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രപഞ്ചത്തിൽ ഏകനായ സൃഷ്ടാവിനെ ആരാധിച്ച് അവന്റെ മുന്നിൽ മാത്രം നെറ്റിത്തടം സുജൂദ് ചെയ്ത് അവന്റെ മുന്നിൽ മാത്രം റുകൂഅ് ചെയ്ത് പ്രയാസങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബിനോട് മാത്രം കൈകൾ ഉയർത്തി ദുആ ചെയ്ത് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ച് എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചാലും തൊണ്ടക്കുഴിയിൽ നിന്ന് ജീവൻ അറ്റുപോകുന്നത് വരേക്കും ഏകനായ റബ്ബിനെയല്ലാതെ ഒരാളെയും ഞാൻ ആരാധിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ്
പരിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ച സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുമാറാകട്ടെ. അതിന് സാധിക്കാതെ പോയ ആളുകൾക്ക് അല്ലാഹുവേ ഒരു നാൾ അതിനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കും നൽകണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാനും നിയ്യത്തുണ്ടാകാനും നമുക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ ആരാധനകളുടെ ദിവസങ്ങളാണ്, ഇബാദത്തിന്റെ ദിവസങ്ങളാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണവും ധാരാളമായ തക്ബീറുകളും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യ 10 ദിവസങ്ങളിലേക്ക് കടന്നാൽ ഫഅക്സിറു മാ മിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹ് വലാ അഅ്ളമ ഇലൈഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. പടച്ച റബ്ബിന്റെ പക്കൽ ഇത്രമാത്രം ശ്രേഷ്ഠമായ മറ്റു ദിവസങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഫഅക്സിറു ഫീഹിന്ന അത്തഹ്ലീല വത്തക്ബീറ വത്തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് നിങ്ങൾ അധികരിപ്പിക്കണം. അഥവാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ചൊല്ലേണ്ട സമയം ആരംഭിച്ചു. ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നതോടുകൂടി തക്ബീറുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമസ്കാര ശേഷം പ്രത്യേകമുള്ള തക്ബീർ അത് അറഫാ ദിനത്തിൽ ഫജ്ർ നമസ്കാരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് എന്നത് ശരിയാണ്. പക്ഷേ സമയബന്ധിതമല്ലാത്ത നിരുപാധികമുള്ള തക്ബീർ ആരംഭിച്ചു കഴിഞ്ഞു. എത്ര തക്ബീർ നമ്മൾ ചൊല്ലി? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ, മാത്രമല്ല അനാവശ്യമായി വീഡിയോകൾ കണ്ട് സമയം കഴിച്ചു കൂട്ടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കേണ്ട, തക്ബീറുകൾ മുഴക്കേണ്ട, പടച്ചറബിനെ ധാരാളമായി ഓർക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അത്ര ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പടച്ചറബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഉദ്ഹിയ്യത്ത് കർമ്മത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. قال النبي صلى الله عليه وسلم من وجد ساعة فلم يضحي فلا يقربن مصلانا. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി നൽകിയിട്ടും ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാത്തവനാണ് എങ്കിൽ അവൻ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തഅദീബിന്റെ ഭാഗമായുള്ള വാക്കുകളാണ്. പക്ഷെ സാധിക്കുന്നവരൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളിന് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയുടെ അടുത്തുള്ള ആളുകൾ കഴിയുന്നത് നടന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്റിന്റെ വേളയിൽ പള്ളിയിലേക്ക് പോകും, മുസല്ലയിലേക്ക് പോകുമ്പോൾ ലാ യഖ്റുജു ഹത്താ യഅകുല തമറാത്തിൻ ഐ ഫിൽ ഫിത്രി, ഈദുൽ ഫിത്റിൽ ഏതാനും കാരക്കകൾ കഴിച്ചിട്ടേ പോകാറുണ്ടായിരുന്നു. എന്നാൽ ഫിൽ അദ്ഹ, ഈദുൽ അദ്ഹയുടെ സമയത്ത് ഭക്ഷണം കഴിക്കാതെ മുസല്ലയിലേക്ക് വരിക എന്നുള്ളതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് കുളിച്ച് ഒരുങ്ങി അതൊരു ഈദിന്റെ ദിവസമാണ് എന്നുള്ളത് പ്രകടമാക്കി കൊണ്ടുവരുവാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ പരിശുദ്ധ റമദാനിന് ശേഷം ഈദുൽ ഫിത്റിൽ നമ്മൾ പങ്കെടുത്തതുപോലെ ഈദുൽ അദ്ഹയുടെ ദിവസത്തിലും പെരുന്നാൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ മറന്നുപോകരുത്. അറഫയുടെ ദിവസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് അത് ദുൽഹിജ്ജ മാസത്തിലെ നമ്മളുടെ ആദ്യ 10 ദിവസങ്ങളുടെ അമലുകളുടെ പര്യവസാനമാണ്. അതിന്റെ ദുൽഹിജ്ജ 9 വരുന്നതായ അറഫ നോമ്പ് എന്ന് പറയുന്നത് അത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും
കഴിഞ്ഞുപോയൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് യുകഫിറു സ്സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ നോമ്പാണ്. അതുകൊണ്ട് അതൊക്കെ ഉൾക്കൊണ്ട് ആ അറഫാ ദിനത്തിൽ നോമ്പെടുക്കുവാനും പെരുന്നാൾ ദിവസം നേരത്തെ തന്നെ അണിഞ്ഞൊരുങ്ങി പള്ളിയിലേക്ക് വരുവാനുമൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.